അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഡിസംബർ മാസത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു വത്തിക്കാൻ. പ്രത്യാശയുടെ തീർത്ഥാടകർക്ക് വേണ്ടിയാണ് പാപ്പ ഈ മാസം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് ക്രിസ്തീയ പ്രത്യാശ. ഇന്ന് നമുക്ക് അത് വളരെ ആവശ്യമാണെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു. നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം നൽകാനാകുമോ, അവർക്ക് ജോലി നേടാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ആശങ്കകൾ നമ്മെ അലട്ടുമ്പോൾ പ്രതീക്ഷ കൈവിടരുതെന്നും പാപ്പ വിശ്വാസികളോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ രാജ്യമായ സിറിയയിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ ആഭ്യന്തര യുദ്ധം ശക്തി പ്രാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധത്താൽ കഷ്ടപ്പെടുന്ന സിറിയൻ ക്രൈസ്തവർക്ക് പിന്തുണയുമായി ഹംഗറി. യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് ഇഗ്നേഷ്യസ് എഫ്രേം രണ്ടാമനുമായി കാർമലൈറ്റ് ആശ്രമത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പീഡിത ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ഹംഗേറിയൻ സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസ്റ്റൻ അസ്ബേജും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സഭയും സമൂഹവും നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും പ്രാർത്ഥനയിലും ഐക്യത്തിലും അതിജീവിക്കാൻ നമുക്കാകുമെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയൂസ് ക്ലിമിസ് കത്തോലിക്ക ബാവ. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും കേരള കാത്തലിക് കൗൺസിലിന്റെയും സംയുക്ത യോഗം പാലാരിവട്ടം POCയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയുടെ സംവിധാനങ്ങളോട് കൂടുതൽ ചേർന്നു നിന്ന് പ്രേക്ഷിത സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാനുള്ള ദൗത്യം അൽമായ സമൂഹത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KCBC വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. KCBC സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി, KCC സെക്രട്ടറി ജെസ്സി ജെയിംസ്, ട്രഷറർ ജോഷി വടക്കൻ എന്നിവർ പ്രസംഗിച്ചു. ഡിസംബർ 8 ക്രൈസ്തവർ നിരവധി പീഡനങ്ങൾ നേരിടുന്ന നിക്കരാഗ്വയിലെ സഭയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥന ദിനമായി ആചരിക്കുന്നു. മധ്യ അമേരിക്കയിലെ ബിഷപ്പുമാരാണ് പ്രത്യേക പ്രാർത്ഥനാ ദിനത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മധ്യ അമേരിക്കയിലെ എപ്പിസ്കോപ്പൽ സെക്രട്ടേറിയറ്റിന്റെ 82ാമത് അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ആഹ്വാനം വളരെയധികം മതപീഡനങ്ങൾ നേരിടുന്ന നിക്കരാഗൻ കത്തോലിക്കരോടുള്ള ഐക്യദാർഢ്യമാണ്. അമലോത്ഭവ തിരുനാളായ ഡിസംബർ 8 നടത്തുന്ന പ്രാർത്ഥനാ ദിനം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. നിക്കരാഗ്വയുടെ അമ്മയും രക്ഷാധികാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ദിനത്തിലാണ് രാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. വത്തിക്കാനിൽ പ്രതിവാര ആഗമനകാല ധ്യാന പ്രഭാഷണം ഡിസംബർ 6 ആരംഭിക്കും. ഡിസംബർ 13, 20 തീയതികളിലും ഇത് തുടരും. പ്രത്യാശയുടെ വാതിലുകൾ തിരുപ്പിറവി പ്രവചനത്തിലൂടെ വിശുദ്ധ വത്സരോദ്ഘാടനത്തിലേക്ക് എന്നതാണ് ധ്യാന വിഷയം. പേപ്പൽ ഭവനത്തിലെ ധ്യാന പ്രസംഗകനായ ഫാദർ റോബർട്ടോ പെസോളിനി ആയിരിക്കും ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുക. ഇക്കൊല്ലം ആഗമനകാലം നമ്മെ തിരുപ്പിറവിക്ക് ഒരുക്കുന്നതോടൊപ്പം അടുത്ത ജൂബിലിയിലേക്കും നയിക്കുന്നുവെന്ന് ധ്യാന പ്രസംഗകനായ ഫാദർ റോബർട്ടോ പെസോളിനി ധ്യാന വിഷയത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പിൽ പറഞ്ഞു.